കൊല്ലമാണ് ഇടതുപക്ഷത്തിന്റെ കരുത്താർജിച്ച മണ്ണ്. ഇപ്പം CPM-ന്റെ കോട്ട കണ്ണൂരാണെന്ന് പറയാമെങ്കിലും പൂർണ്ണമായി ഇടതുപക്ഷം, ആ വാക്ക് ശ്രദ്ധിക്കുക, ഇടതുപക്ഷത്തിന്റെ മണ്ണാണ് കൊല്ലം. CPI-യുടെ, CPM-ന്റെ, RSPയുടെ, CMB-യുടെ അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ, അവരൊക്കെ ഏത് മുന്നണിയിൽ നിൽക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇവരുടെയൊക്കെ ഉറച്ച മണ്ണാണ് കൊല്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ ചവറയിലൊക്കെ RSP ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ്. പന്മന പഞ്ചായത്തിലൊക്കെ 4-5 സീറ്റ് RSP നേടി. പക്ഷേ അവർക്ക് ഈ പറയപ്പെടുന്ന പ്രസിഡന്റ് സ്ഥാനമൊന്നും ഷെയർ ചെയ്യേണ്ടാതെ വരുന്നത് 11-12 സീറ്റുകൾ കോൺഗ്രസ് നേടിയിരിക്കുന്നതുകൊണ്ടാണ്. വലിയൊരു മുന്നേറ്റം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോട്ട കൊത്തളങ്ങളെല്ലാം ഇളകി. KV ഗണേഷ് കുമാറിന്റെ കോട്ട കൊത്തളങ്ങൾ ഇളകിയത് നമ്മൾ കണ്ടു. KV ഗണേഷ് കുമാർ UDF-ൽ നിന്ന കാലത്ത് പോലും കിട്ടാത്ത പത്തനാപുരം പഞ്ചായത്തും പത്തനാപുരം ബ്ലോക്കും ഇത്തവണ UDF പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചില മണ്ഡലങ്ങളിൽ മാത്രമാണ്, അല്ലെങ്കിൽ ചില പഞ്ചായത്തുകളിൽ മാത്രമാണ് UDF-ന് വേണ്ട രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാതിരുന്നത്.